ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിസാസ് ബൈ ചങ്കീസ്. അപ്പം നമ്മൾ അന്ന് വാങ്ങിച്ച IKEA പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് സിമ്പിൾ കുട്ടികൾക്ക് കുറച്ച് പ്ലേറ്റ്സും സ്പൂൺസും ഒക്കെ വാങ്ങിച്ചായിരുന്നു. ഇത് അൽമാരിയിൽ വെക്കണ ബോർഡാണ് കേട്ടോ. ദെൻ ഒരു സ്റ്റാൻഡ്, ഇത് ഞാൻ ആദ്യം പുറത്ത് വെച്ചു, എന്നിട്ട് പിന്നെ ഒട്ടും സേഫ് അല്ല ചോട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അത് വാഷ്റൂമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഷാംപൂ സാധനങ്ങളൊക്കെ ഇത് നല്ല നമ്മളിങ്ങനെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ വാഷ്റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ പേസ്റ്റ് ബ്രഷൊക്കെ ഇട്ട് വെച്ച് ഇത് കിച്ചണിൽ യൂസ് ചെയ്തു കേട്ടോ. വലിയ സ്പൂൺസൊക്കെ വെക്കാൻ വേണ്ടി ആ ബ്ലാക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് സ്മെല്ലുണ്ട്, അതൊക്കെ വെക്കണ സ്ഥലത്തൊക്കെ സ്മെല്ലുണ്ട്, എന്നാലും എനിക്ക് കത്തിച്ച് കഴിയുമ്പോൾ അധികം അങ്ങോട്ട് സ്മെല്ല് കിട്ടണില്ല കേട്ടോ. പിന്നെ ഈ ബ്രഷൊക്കെ കുറച്ചധികം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 5 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് കേർട്ടനാണ്. ഇതിന് ഭയങ്കര ലെങ്തി ആയിരുന്നു, എന്നിട്ട് പിന്നെ ഞാൻ അതിനെ കട്ട് ചെയ്യിച്ചു. അതിൻ്റെ ഒരു പീസ് ഞാൻ ടേബിളിൽ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്പൂൺസും പിന്നെ ഇത് അറിയാമല്ലോ, നമ്മൾ ഡ്രസ്സിലൊക്കെ എക്സ്ട്രാ നൂലും ഇതൊക്കെ പിടിച്ച് പോകാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ അത് നമ്മുടെ ഹുക്കൊക്കെ ആയിരുന്നു കേട്ടോ കേർട്ടൻ്റെ. ദിസ് ഈസ് ദ ബെഡ്ഷീറ്റ് ഫോർ കിഡ്സ്, സിങ്കിളായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിടിപ്പിച്ച സാധനങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത് വാഷ്റൂമിൻ്റെ പുറത്തായിട്ട് ഇത്തിരി ഹൈറ്റിൽ തന്നെ വെച്ചു, മക്കൾക്ക് എത്താത്ത മാതിരി. പിന്നെ ഇതൊരു ടേബിൾ ആൻഡ് പ്ലസ് 4 ചെയേഴ്സ് വാങ്ങിച്ചു. അവിടുന്ന് ചെയേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടോ കിട്ടുക, നമ്മൾ അസംബിൾ ചെയ്യണം പിന്നെ അതിനെ. അപ്പോൾ 4 ചെയറും ഒരു സ്മോൾ ടേബിൾ, അതുകൊണ്ടാണ് ഞാൻ വേറൊരു ടേബിൾ പുറത്തിട്ട് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ല. ഇതാണ് ആ ടേബിൾ ആൻഡ് ചെയർ. പിന്നെ നമ്മുടെ പ്രെയർ സ്പേസിലോട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു, കോർണർ സ്റ്റാൻഡ്. അതിലെല്ലാനും വെക്കാനൊക്കെ ഉള്ളൊരു സ്പേസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.